നൈമിഷാരണ്യത്തിലിരുന്ന് സൂതൻ ശൗനകാദികളായ മഹർഷിമാർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം പറഞ്ഞു കൊടുത്തത് ഏത് കഥയായിരുന്നു? പാണ്ഡവന്മാരുടെ കഥ. പാണ്ഡവന്മാരുടെ അനന്തരഗാമിയാണ് പരീക്ഷിത്ത്. പരീക്ഷത്തിന് ഒരു ശാപം നേരിട്ടു. ഇന്നക്ക് 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്ന്. ശാപഗ്രസ്തനായ പരീക്ഷിത്ത് ഗംഗാനദീ തീരത്ത് വന്നിരുന്നു. അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടി എത്രയോ മഹർഷിമാർ ആ സമയത്ത് അവിടെ എത്തിച്ചേർന്നു. അവസാനം വേദവ്യാസപുത്രനായ ശ്രീശുകനും വന്നു. ശ്രീശുകനെ നമസ്കരിച്ചുകൊണ്ട് പരീക്ഷിത്ത് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്തു ചെയ്യണം, എന്തു ചെയ്യരുത്, എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്? ഇതായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിനെ അനുമോദിച്ചുകൊണ്ടാണ് ശ്രീശുകൻ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ ഭജിക്കണം, ഭഗവത് കഥകൾ കേൾക്കണം, ഹൃദയത്തിൽ ഭക്തി വർദ്ധിപ്പിക്കണം. വേദവ്യാസ മഹർഷി ഈയിടെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഭാഗവതം എന്ന്. ഭഗവാന്റെ ലീലാവതാര കഥകളാണ് അതിൽ നീളെ വർണ്ണിച്ചിട്ടുള്ളത്. അത് ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം എന്ന ആമുഖത്തോടു കൂടിയാണ് ശ്രീശുകൻ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. പിന്നെ ഭഗവാന്റെ മഹിമ വർണ്ണിക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചത്, ആ കഥയാണ് വർണ്ണിക്കാൻ തുടങ്ങിയത്. ആദ്യം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചു എന്ന് പറഞ്ഞു. അനേകം ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. അവസാനം മനുഷ്യനെയും സൃഷ്ടിച്ചു. ആ ആദിമ മനുഷ്യനാണ് സ്വയംഭൂരൻ. അദ്ദേഹത്തിനെ ഭൂമിയിലെ ഏറ്റവും വലിയ ഭരണാധികാരിയായി നിയമിച്ചു ബ്രഹ്മാവ്. ഏറ്റവും വലിയ ഭരണാധികാരിയെ മനു എന്നാണ് പറയുക. സ്വയംഭുവ മനു എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി. അദ്ദേഹത്തിന് 2 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. പുത്രിമാരുടെ കഥ പറയുക കഴിഞ്ഞു. 2ാമത്തെ പുത്രനായ ഉത്താനപാദൻ്റെയും അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയുടെയും കഥ വർണ്ണിക്കുക കഴിഞ്ഞു. ആദ്യപുത്രനായ പ്രിയവ്രതൻ്റെ കഥ ബാക്കിയുണ്ട്. അതാണ് 5ാമത്തെ സ്കന്ധത്തിൽ തുടങ്ങിയത്. പ്രിയവ്രതൻ ചെറുപ്പകാലത്ത് നാരദൻ്റെ പിന്നാലെ കീർത്തനം പാടി നാമം ചൊല്ലി അങ്ങനെ നടന്നു. വിവാഹപ്രായമായപ്പോൾ അച്ഛൻ ഉപദേശിച്ചു വിവാഹം ചെയ്യണം എന്ന്. വിവാഹം ചെയ്താൽ കുരുക്കിലും കുടുക്കിലും വന്നു പെടും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ. അതുകൊണ്ട് അനുസരിച്ചില്ല അച്ഛൻ പറഞ്ഞ വാക്ക്. ഒടുക്കം ബ്രഹ്മാവ് തന്നെ നേരിട്ടിറങ്ങി വന്നു. എന്നിട്ട് ഉപദേശിച്ചു വിവാഹം ചെയ്യണം എന്ന്. ഒരാൾ കുരുക്കിൽ പെടണോ വേണ്ടയോ, എപ്പോൾ കുരുക്കിൽ പെടണം, എപ്പോൾ കുരുക്കിൽ നിന്ന് മോചനം നേടണം, ഇതൊക്കെ തീരുമാനിക്കേണ്ട ആൾ തീരുമാനിച്ചിട്ടുണ്ട്. വിവാഹം ചെയ്തില്ല എന്നതുകൊണ്ട് ഒരാൾക്ക് കുടുക്കുണ്ടാവില്ല എന്നൊന്നുമില്ല. വിവാഹം ചെയ്തവരൊക്കെ കുരുക്കിലാണ്, അങ്ങനെയുമില്ല. അതുകൊണ്ട് നീ വിവാഹം ചെയ്യണം എന്ന് ബ്രഹ്മാവ് നിർബന്ധിച്ചപ്പോൾ പ്രിയവ്രതൻ വിവാഹം ചെയ്യാൻ തയ്യാറായി. അപ്പോൾ 1 2 പെൺകുട്ടികളെ വിവാഹം ചെയ്തു. 2 പത്നിമാരിലായിട്ട് അദ്ദേഹത്തിന് 13 പുത്രന്മാർ ജനിച്ചു. 3 പേര് ചെറുപ്പകാലത്ത് തന്നെ ഇഹലോക വിഷയങ്ങളിൽ വിരക്തന്മാരായിരുന്നു. അവർ സന്യാസിമാരായിട്ട് പോയി. 3 പേര് മന്വന്തരാധിപതികളായിട്ടും പോയി. 7 പേര് അദ്ദേഹത്തോടൊപ്പം അവശേഷിച്ചു. അദ്ദേഹം കുറച്ചു കാലം ഭൂപ്രദക്ഷിണം നടത്തലുണ്ടായി. സൂര്യൻ അസ്തമിച്ചാൽ തേജോമയമായ ഒരു തേരിൽ കയറി ഇങ്ങനെ ഭൂമിക്ക് പ്രദക്ഷിണം ചെയ്യുക. തേർ ചക്രം പതിഞ്ഞ ഭാഗം സമുദ്രമായിട്ട് മാറി. ചക്രങ്ങളുടെ മധ്യഭാഗം ദ്വീപായിട്ടും. കുറച്ചു കാലത്തെ അദ്ദേഹത്തിൻ്റെ ഈ ഭൂപ്രദക്ഷിണം കഴിഞ്ഞപ്പോഴേക്കും ഭൂമി 7 ദ്വീപുകളും 7 സമുദ്രങ്ങളുമായിട്ട് വിഭജിക്കപ്പെട്ടു. കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്തിനാ ഈ സ്ത്രീകളുടെ കളിക്കുരങ്ങായിട്ടുള്ള ഈ ജീവിതം തുടരണേ? നാരദൻ്റെ പിന്നാലെ അങ്ങ് നടന്നാലെന്താ? ഒപ്പം ഉണ്ടായിരുന്ന 7 പുത്രന്മാർക്ക് 7 ദ്വീപുകളും അങ്ങ് വിഭജിച്ചു കൊടുത്തു. അദ്ദേഹം വീണ്ടും നാരദൻ്റെ ശിഷ്യനായിട്ട് നാമം ചൊല്ലി കീർത്തനം പാടി അങ്ങനെ നടന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യപുത്രനായിരുന്നു ആഗ്നീധ്രൻ. അദ്ദേഹത്തിനാണ് ജംബു എന്നു പേരുള്ള ദ്വീപ് കിട്ടിയത്. ഈ അദ്ദേഹത്തിന് 9 പുത്രന്മാർ ജനിച്ചു. തനിക്ക് കിട്ടിയ ജംബൂദ്വീപ് 9 ഭാഗിച്ചു. എന്നിട്ട് 9 പേർക്കായിട്ട് വീതിച്ചു കൊടുത്ത് അദ്ദേഹം പൂർവജിത്തി എന്നു പേരുള്ള അപ്സരസിനോടുകൂടി അപ്സരസിൻ്റെ ലോകത്തിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ആദ്യപുത്രനായിരുന്നു നാഭി. നാഭി മുത്തച്ഛനായ പ്രിയവ്രതനെ പോലെ നല്ലൊരു ഭക്തനും ഒരു നല്ല ശുദ്ധാത്മാവും ആയിരുന്നു. അദ്ദേഹത്തിന് പുത്രൻ ജനിച്ചില്ല. മഹർഷിമാർ അദ്ദേഹത്തിനെ കൊണ്ട് ഒരു പുത്രകാമിഷ്ടി എന്ന യജ്ഞം ചെയ്യിച്ചു.
ഭഗവാൻ യജ്ഞശാലയിൽ പ്രത്യക്ഷപ്പെട്ടു. മഹർഷിമാർ വീണ് നമസ്കരിച്ചു. ഞങ്ങൾക്ക് ആവൽഘട്ടങ്ങളിലെങ്കിലും അവിടുത്തെ മാഹാത്മ്യം വർണ്ണിക്കാൻ സാധിക്കുമാറാകണം. പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ ആഗ്രഹമുണ്ട്. ഇദ്ദേഹത്തിന് ഇതേവരെ പുത്രൻ ജനിച്ചിട്ടില്ല. അവിടുത്തെ പോലൊരു പുത്രൻ ഇദ്ദേഹത്തിന് ജനിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം സാധിക്കാതെ വയ്യ. പക്ഷേ എന്നെപ്പോലെ വേറൊരാളുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് വന്നേക്കാം. അതുപോലെ സന്തോഷം എന്ന് മഹർഷിമാരും പറഞ്ഞു. അങ്ങനെ നാഭിയുടെ പുത്രത്വേര ഭഗവാൻ ഋഷഭദേവൻ എന്ന പേരിൽ അവതരിച്ചു എന്നാണ് വർണ്ണിച്ചത്. പിന്നെ ഋഷഭദേവൻ്റെ കഥ പറയാൻ തുടങ്ങി. ഋഷഭദേവൻ ഇങ്ങനെ വളർന്നു വന്നു. മഹാരാജാവായിട്ട് നാഭിയും അജനായ ഭഗവാനും, അജൻ എന്ന് പറഞ്ഞാൽ ജനിക്കാത്ത ആളെന്നർത്ഥം, അജനായ ഭഗവാനും ഒരുമിച്ച് ഈ പ്രദേശം ഭരിച്ചു. അതുകൊണ്ട് പ്രദേശത്തിന് അജനാഭം എന്ന് പേര് വന്നു. ക്രമേണ ഋഷഭദേവൻ തന്നെ മഹാരാജാവായി തീർന്നു. അജനാഭത്തിൽ എന്തെന്നില്ലാത്ത ഐശ്വര്യം ഉണ്ടായിരുന്നു അക്കാലത്ത്. ദേവേന്ദ്രൻ അജനാഭം കരിച്ചു കളയണം എന്ന് വിചാരിച്ച് കുറച്ചു കാലം മഴ പെയ്യിക്കാതെ കണ്ടിരുന്നു. ഋഷഭദേവൻ തൻ്റെ യോഗശക്തി കൊണ്ട് കൃത്രിമമായി മഴ പെയ്യിച്ചു. ദേവേന്ദ്രൻ പിന്നെ അജനാഭത്തിൽ നോക്കിയപ്പോൾ പൂർവാധികം ഐശ്വര്യം. ഇനി മത്സരിക്കാൻ പോവണ്ട എന്ന് കരുതി തൻ്റെ പുത്രിയായ ജയന്തിയെ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഋഷഭദേവൻ ആ ഇന്ദ്രപുത്രിയെ വിവാഹം ചെയ്തു. അദ്ദേഹത്തിന് അനേകം പുത്രന്മാർ ജനിച്ചു. അവരൊക്കെ വളർന്നു വന്നു. ഋഷഭദേവൻ ഒരു യജ്ഞം ചെയ്തു. ആ യജ്ഞശാലയിൽ പുത്രന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെ ഉദ്ദേശിച്ച് ലോകത്തിലെല്ലാവർക്കും വേണ്ടി ഒരു നല്ല ഉപദേശം ഋഷഭദേവൻ്റെ വക. പിന്നെ കുട്ടികളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ മനുഷ്യജന്മത്തിന് എന്താണ് വിശേഷം എന്ന്? നായം ദേഹോ ദേഹഭാജം നിർലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഭുജം യേ. ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം, ഈ ശരീരധർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മതിയോ? മനുഷ്യനായി ജനിച്ചാൽ പോരാ. പക്ഷിമൃഗാദികൾക്കും ഉള്ളതാണ് ഈ ആഹാര നീഹാരാദികളൊക്കെ. പിന്നെ എന്താണ് മനുഷ്യജന്മത്തിൻ്റെ വിശേഷം? അതോ തപോദിവ്യം പുത്രകായേന സത്വം, തപസ് ചെയ്യാൻ, ആത്മസാക്ഷാത്കാരം നേടാൻ ഈ മനുഷ്യജന്മത്തിൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ വിലപിടിച്ച ഈ മനുഷ്യജന്മം ഒരിക്കലും പാഴാക്കി കളയരുത്. ഈശ്വരഭജനം ചെയ്യണം എന്ന് തോന്നണമെങ്കിൽ എന്തു വേണം? മഹാത്മാക്കളെ ചെന്ന് നമസ്കരിക്കണം. മഹാത്മാക്കളുടെ അനുഗ്രഹം സമ്പാദിക്കണം. ആരാണ് മഹാത്മാക്കൾ? എല്ലാ സമയത്തും പ്രശാന്തന്മാരായിരിക്കുന്ന ആളുകൾ. അങ്ങോട്ട് ദ്രോഹിച്ചാലും ഇങ്ങോട്ട് ദ്രോഹിക്കാത്തവർ, ദ്രോഹിക്കുന്ന ആളുകളെപ്പോലും സഹായിക്കുന്നവർ. അത്തരം മഹാത്മാക്കളുടെ അനുഗ്രഹം കിട്ടിയാൽ മുക്തിമാർഗം തന്നെത്താൻ തുറന്നു കിട്ടും. നേരെ മറിച്ച് തനി വിഷയികളുമായിട്ടാണ് സംസർഗം നോക്കിയ, എന്നാൽ മുക്തിമാർഗം അടയും. പകരം നരകത്തിൻ്റെ വാതിലാവും തുറന്നു കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾ പരസ്പരം മത്സരിക്കരുത്, കലഹിക്കരുത്. നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ ബന്ധുക്കൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ ശിഷ്യന്മാർക്ക് ഈശ്വരമഹിമ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഒരച്ഛൻ സ്വന്തം കുട്ടികൾക്ക് ഈശ്വരമഹിമ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവൻ അച്ഛനാവില്ല. ഒരമ്മ സ്വന്തം മക്കൾക്ക് ഈശ്വരമഹിമ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവൾ അമ്മയാവില്ല. ഗുരു ശിഷ്യന്മാർക്ക് ഈശ്വരനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവൻ ഗുരുവാവില്ല. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എപ്പോഴും ആരും ആരോടും പറയേണ്ടത് ഈശ്വരമഹിമ തന്നെയാണ്. സമുപേത മൃത്യും, ഇതിങ്ങനെ എല്ലപ്പോഴും ഓർമ്മിക്കണം. മരണം ഏത് സമയത്തും വരാം. മരിക്കുന്നതിന് മുമ്പ് ആത്മസാക്ഷാത്കാരം നേടിയിരിക്കണം. ഇത് എല്ലാവരും സ്വയം ഏത് സമയത്തും ഓർക്കണം, മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യണം. തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഋഷഭദേവൻ കുട്ടികളെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു. വിരക്തിമാർഗം, ഭക്തിമാർഗം, മുക്തിമാർഗം മൂന്നും ഋഷഭദേവൻ്റെ ഈ ഉപദേശത്തിൽ കാണാം. ഇതാണ് മേൽപ്പത്തൂർ നാരായണീയത്തിൽ സംഗ്രഹിച്ചത്. വിരക്തി ഭക്തി അന്വിത മുക്തിമാർഗം. ഒറ്റ വരിയിൽ ഋഷഭദേവൻ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ നല്ല ഒരു സന്യാസിയായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ആരോടും അദ്ദേഹം സംസാരിക്കേണ്ടായില്ല. വെള്ളം കണ്ടാൽ കുളിച്ചു എന്ന് വരും, വെള്ളം കണ്ടില്ലെങ്കിൽ കുളിയില്ല. ആഹാരം കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ ആഹാരമില്ല. ഇങ്ങനെ പല ദിവസവും ആഹാരമില്ലാതെ, ഉറക്കമില്ലാതെ, കുളിയില്ലാതെ അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ചു. ഇങ്ങോട്ടാരെങ്കിലും സംസാരിക്കാൻ വന്നാലും അദ്ദേഹം സംസാരിക്കില്ല. അങ്ങനെയായിരുന്നു നിർബന്ധം. ഇങ്ങനെ ആസ്നാന അനാചമന അശൗച കേശോല്ലുഞ്ചനാദീനി, പല ദിവസം സ്നാനവും മറ്റേക്ക് ഇല്ലാതെ കണ്ട് വന്നാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എങ്ങനെയാവും?
ചിലർ പറയും ദേ ഒരു പൊട്ടൻ പോണു, ദേ ഒരു പിശാച് പോണു, ദേ ഒരു ഭ്രാന്തൻ പോണു എന്നൊക്കെ പറയും. ആരെന്ത് പറഞ്ഞാലും അദ്ദേഹം ഒരക്ഷരം അതിനൊന്നും മറുപടി പറയില്ല. ശരീരത്തിനെയല്ല അദ്ദേഹം ഓർമ്മിച്ചുകൊണ്ടിരുന്നത്, പിന്നെയോ ശരീരിയായ ആത്മാവിനെയാണ് അദ്ദേഹം സദാ സ്മരിച്ചുകൊണ്ടിരുന്നത് എന്നർത്ഥം. അങ്ങനെ നടന്ന് കുടകാദ്രിയിൽ എത്തിച്ചേർന്നു. കൊല്ലൂര് മൂകാംബി ഭഗവതിയുടെ സമീപ പ്രദേശത്ത്. അവിടെ വച്ച് വലിയൊരു കാട്ടുതീ വന്നു. അദ്ദേഹം ആ തീയിലേക്കെടുത്ത് അങ്ങോട്ട് ചാടി. അനവധി പക്ഷിമൃഗാദികളും കൂടി അദ്ദേഹത്തോടൊപ്പം ആ തീയിൽ ദഹിച്ചുപോയി. അവർക്കും കൂടി ഭഗവാൻ മുക്തി കൊടുത്തു. ഇങ്ങനെ സന്യാസധർമ്മം എന്ത് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഋഷഭദേവനായിട്ട് ഭഗവാൻ അവതരിച്ചത് തന്നെ. ഇത് ഒരു ജൈന സന്യാസധർമ്മ സമ്പ്രദായം ആണെന്ന് പറയാം. ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്യാസമുണ്ട്. അത് ഈ സന്യാസം അല്ല. ഗീതോപദേഷ്ടാവിൻ്റെ ദൃഷ്ടിയിൽ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവകർമ്മ ഫലത്യാഗം ആണ് സന്യാസം. ഋഷഭദേവൻ കർമ്മം തന്നെ തിരിച്ചിരിക്കുന്നു എന്ന വ്യത്യാസം. ഈ കഥ ശ്രീശുകൻ പരീക്ഷിത്തിനെ കേൾപ്പിച്ചിട്ട് അവസാനം ഋഷഭദേവൻ്റെ മുമ്പിൽ ഒരു നമസ്കാരവും. നമുക്കും ഋഷഭദേവൻ്റെ മുമ്പിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ച് അടുത്ത കഥയിലേക്ക് കിടക്കാം.